കഥ ഇന്ന് വരെ അതിന്റെ വിശേഷങ്ങളുമായിട്ട് അതിന്റെ ടീം എന്റെ കൂടെ ഉണ്ട്. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. നടുക്ക് ഒരാളിരിപ്പുണ്ട്. എന്തെങ്കിലും ചോദിച്ചാൽ തഗ് കിട്ടുമോ? ഞാൻ അങ്ങനെയല്ല, ശരിക്കുള്ള ഞാൻ അങ്ങനെയല്ല. ഞാൻ ശരിക്കും നടുക്കായിരിക്കുന്നല്ലേ? അതെ അതെ. തഗ് പറയണതല്ലേ എളുപ്പം. അങ്ങോട്ടും നോക്കാം ഇങ്ങോട്ടും നോക്കാം. ഈ തഗ് പറയുന്നത് ഒരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ട്. വല്ലാണ്ട് അല്ലെ? ഇപ്പൊ എവിടെ പോയാലും മറ്റേ മിമിക്രി ആർട്ടിസ്റ്റോട് ഒരു മിമിക്രി കാണിക്കുന്ന ഒരു തഗ് പറയുന്നത്. തമിഴിലും പോയപ്പോഴും അല്ല, ഞാൻ പറയുന്നില്ല, പക്ഷെ അതങ്ങനെ ആയിപ്പോന്നാണ്. അത് എനിക്കറിയില്ല അതെങ്ങനെ ആയിപ്പോ. അത് നിങ്ങൾ മറ്റേ സാധനമൊക്കെ വെച്ചിട്ട് മറ്റേ മാലയൊക്കെ ഇട്ട് വിടുന്നതുകൊണ്ട് അത് തന്നെ അങ്ങനെ ആയപ്പോഴാണ്. ഞാൻ പറയുമ്പോ അത് എനിക്ക് കണ്ണടയും ഗ്ലാസ് ഒന്നുമില്ല. നോർമലായിട്ട് പറയുന്നതാണ്. പക്ഷെ ഇല്ല, ഞാൻ ശ്രീനിവാസിന് ശേഷം എല്ലാവർക്കും നിഖില വിമന്റെ ഇന്റർവ്യൂ കാണാനാണ് ഭയങ്കര ഇഷ്ടം എന്ന് പൊതുവെ ഒരു പ്രശ്നമുണ്ട്. അത് ഇന്റർവ്യൂ സ്റ്റാർ മെയിൽ ഫീമെയിൽ അങ്ങനെ അവാർഡ് ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഫിലിം എന്നുള്ള പോലെയാണ് തോന്നിയത്. പക്ഷെ എന്റെ ട്രെയിലറിലേക്ക് വരുമ്പോഴത്തേക്കും കുറെ കൂടി എക്സ്റ്റെൻഡഡ് ആയിട്ട് പൊളിറ്റിക്സോ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ശരിക്കും എന്താണ് കഥ ഇന്ന് വരെ? കഥ ഇന്ന് വരെ പ്യുവർലി ലവ് സ്റ്റോറിയാണ്. ബാക്കിയെല്ലാം അതിനകത്തെ ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. എന്താ പറയാ, ഇപ്പം എല്ലാത്തരം ആളുകൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അപ്പം അങ്ങനെ എല്ലാത്തരം ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, എല്ലാവർക്കും കണക്ട് ആവുന്ന തരത്തിലുള്ള പ്രണയം ആണ്. പലതരത്തിലുള്ള പ്രണയങ്ങൾ, പ്രണയ സിനിമകൾക്ക് എല്ലാ സമയത്തും ഒരു എന്താ പറയുക ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ. അത്തരത്തിലുള്ള പ്യുവർലി ഒരു ലവ് സ്റ്റോറിയാണ്. ഡയറക്ടർ കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു. അതുപോലത്തെ ഒരു സീരിയസ് ലവ് സ്റ്റോറിയാണോ അതോ കുറച്ചും കൂടി ബിജു മേനോൻ എന്ന് പറയുന്ന ആക്ടർ, നമുക്ക് എല്ലാവർക്കും ബിജു ചേട്ടന്റെ ഒരു അഭിനയത്തിലെ ഒരു ഭയങ്കര ഈസി ആയിട്ട് അഭിനയിക്കുമ്പോൾ അതിൽ തന്നെ ഒരു കോമഡി ഇങ്ങനെ പുള്ളി സംസാരിക്കുന്ന ആ ഒരു ടോണിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് സിനിമ? സീരിയസ് ആയിട്ടുള്ള സിനിമയൊന്നുമല്ല, ഡെപ്തുള്ള സ്റ്റോറി ഉണ്ട്. പക്ഷെ അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും സീരിയസ് ആയിട്ട് അങ്ങനൊന്നും പോകുന്ന സിനിമയല്ല. കുറച്ച് ഫൺ മൂഡിൽ തന്നെ, എന്നാൽ ഭയങ്കര കോമഡി സിനിമയല്ല, ഒരു ഫൺ മൂഡിൽ തന്നെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പോകുന്ന സിനിമയാണ്. പിന്നെ പ്രണയത്തിനാണ് ഇമ്പോർട്ടൻസ് രീതിയിൽ. ബാക്കി പറഞ്ഞാൽ മറ്റു കാര്യങ്ങളെല്ലാം പൊളിറ്റിക്സ് ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളെല്ലാം അതിന്റെ ചുറ്റുവട്ടമായിട്ട് വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ റൊമാൻറ്റിക് സിനിമ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തഗ് 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 എന്ന് പറയുമ്പോ എനിക്കും ആദ്യം നിഖില എന്ന് പറയുന്ന ഒരാള് മൈൻഡിൽ എനിക്ക് വരുമ്പോ ആദ്യം വരതയാണ് മൈൻഡിലേക്ക് വരുന്നത്. ഇതിനകത്തുള്ള പോസ്റ്ററിലാണെങ്കിലും എനിക്ക് അതുമായിട്ടൊന്ന് മാച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ഡാൻസറിനെ പോലെ ഉള്ള ഒരു ലുക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്താണെങ്കിലും ഭയങ്കരമായിട്ട് നിങ്ങൾ തമ്മിലൊരു റൊമാൻസോ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും കുറച്ചുകൂടി ഒരു എന്തോ ഒരു ഇഷ്ടം അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ പക്ഷെ എല്ലാവരും കൂടുതൽ പറയുന്ന നുണക്കുഴിയിൽ ഇങ്ങനെ ഭർത്താവിന് ഇങ്ങനെ സ്റ്റെയർ ചെയ്യുന്ന ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ ഇപ്പൊ കഴിഞ്ഞ മൂവിയിലാണെങ്കിലും എല്ലാം അങ്ങനത്തെ ഒരു ഫ്രസ്ട്രേറ്റഡ് ദേഷ്യം അങ്ങനെയുള്ള ആലോചിച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇതിൽ എന്താണ് കഥാപാത്രം? അത്ര ഫ്രസ്ട്രേഷൻ ഇല്ല. അല്ല, നുണക്കുഴിയിൽ ഭയങ്കര ഇതിലില്ല, ഇതിൽ ഇത്തിരി കുറവ്. ഇതില് നിങ്ങൾക്ക് അടുത്ത സമയത്തായിട്ട് നിഖില എയറിൽ പോയ ഇതിന് കുറച്ച് താപ്പോട്ട് വന്നിട്ട് കുറച്ച് ചിരിയുണ്ട്, ഞാൻ തന്നെ കണ്ടുപിടിച്ച പുതിയ ഭാവങ്ങളുണ്ട്. പുതിയ ഭാവങ്ങൾ, കലിപ്പ് മോള് മാത്രമല്ലാതെ ചിരിയും പിന്നെ പ്രണയവും നാടവും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ശരിക്കും അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതില് ഈ സിനിമയില്. അതെ, പാവമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ. പക്ഷെ അതിലും ഭയങ്കര ബോൾഡ് ആയിട്ട് ഞാൻ ഇന്നാളെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയുന്നത് ഒക്കെ കണ്ടു കൂടി. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നതാണോ അതോ വരുന്നതാണോ? വരുമ്പോഴാണല്ലോ നമ്മൾ ചൂസ് ചെയ്യണേ. അതുകൊണ്ട് ഞാൻ വന്നപ്പോ ചൂസ് ചെയ്തതാണ്. പക്ഷെ ഞാൻ ചൂസ് ചെയ്തത് ഞാൻ പല പല കാലഘട്ടങ്ങളിൽ ചൂസ് ചെയ്തതാണ്. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് റിലീസ് വന്നപ്പോ ഈ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് എനിക്ക് എന്ത് റിലീസ് ധ്യാൻ ചേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതുപോലെ ഇതൊക്കെ ഞാൻ കഥയെന്ന് വരെ ചെയ്തിട്ട് ഗുരുവായൂരിന് മുന്നേ ചെയ്തതാണ്. കഥയെന്ന് വരെ വാഴ ചെയ്തത് ഇതിനൊക്കെ മുന്നെയാണ്. ഗുരുവായൂരിനും കഥയെന്ന് വരേക്കൊക്കെ മുന്നെയാണ്. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് റിലീസ് വരുമ്പോൾ ആൾക്കാരെ എല്ലാ സിനിമയും ഒരുമിച്ചാണല്ലോ കാണുന്നത്. നുണക്കുഴി എനിക്ക് തോന്നുന്നൊരു 4-5 മാസം മുന്നേ ചെയ്ത സിനിമയാണ്. അപ്പോൾ ഒരു 1.5 വർഷം മുന്നേ ചെയ്ത സിനിമയും 5 മാസം മുമ്പ് ചെയ്ത സിനിമയും ഒരുമിച്ച് വരുമ്പം നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് വരുന്നതുകൊണ്ട് അങ്ങനെ തോന്നുമായിരിക്കും. ഞാൻ ഇല്ല, വേറെ എക്സ്പ്രഷൻ ഉണ്ട് എനിക്ക് 2-3-4-5 ഉണ്ട്.
ഇതിലെ ക്യാരക്ടർ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വരദയൊക്കെ ആണെങ്കിലും ഒരു പ്രോപ്പർ ലവ് സ്റ്റോറി അല്ല, അവിടെ ഇവിടെയൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇതിലൊരു എനിക്കൊരു പ്രോപ്പർ ലവ് സ്റ്റോറി ഉണ്ട്. എനിക്ക് അത് എല്ലാരെയും പറയില്ല. മൾട്ടിപ്പിൾ അത് പറയാൻ പറ്റും. കണ്ട ആരായിരിക്കും? അല്ല തെറ്റിപ്പോയി. അയ്യേ പറ്റിച്ചേ. ഞാൻ തെറ്റിദ്ധരിപ്പിക്കാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം. അങ്ങനെ മൾട്ടിപ്പിൾ ലവ് സ്റ്റോറി ഉള്ളത്. അതെ, മൾട്ടിപ്പിൾ ലവ് സ്റ്റോറി. ഒരാളെ പ്രേമിക്കാം, രണ്ടാളെ പ്രേമിക്കാം, മൂന്നാളെ പ്രേമിക്കാം, അങ്ങനെ ഒരു ഒരാൾക്ക് തന്നെ പ്രായത്തിൽ മൂത്താളെ പ്രേമിക്കാം, ഇളയാളെ പ്രേമിക്കാം, അങ്ങനെ എല്ലാം ഉണ്ട്. പല തരത്തിലുള്ള പ്രണയം, അങ്ങനെ ഒരു പ്രണയമാണ് എൻ്റെ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പ്രണയം ചെയ്തിട്ടില്ല. വെറൈറ്റി ഇല്ലേ? 2-3 പേരെ പ്രേമിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ അങ്ങോട്ട് 2-3 പേരെ പ്രേമിക്കാം എന്താ പറയുന്നത്? പൊതുവെ അനുശ്രീനെ കാണുമ്പോ എല്ലാരും 2-3 പേരെ പ്രേമിക്കാൻ തോന്നുന്നു. അല്ലല്ല, തേപ്പ് എന്ന് പറയുന്നത് അനുശ്രീയെ കാണുമ്പോഴല്ല, അനുശ്രീ ചെയ്ത ക്യാരക്ടർ ഞാനല്ല. അതെ അതെ, അത് മറന്നുപോയി എല്ലാരും ചോദിക്കുന്ന, അനുശ്രീനെ മറന്നുപോയി അനുശ്രീയുടെ കഥാപാത്രങ്ങളെ കുറിച്ച് ചോദിക്കുമല്ലോ. തേപ്പ് എന്ന് പറയുന്നത് ഇതിലെ ക്യാരക്ടർ എന്താണ്? ഇതില് ഞാൻ തേച്ചിട്ടില്ല എന്തായാലും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ തേപ്പായിരുന്നു അല്ലേ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക എന്നുള്ളതാണ്. ഷൂട്ട് ചെയ്തപ്പോ അറിഞ്ഞില്ല, പക്ഷെ അതെ, ഇനി കാരണം തേപ്പെന്ന് പേര് കിട്ടിയ മഹേഷിന്റെ പ്രതികാരം ചെയ്യുമ്പോൾ പോലും ഞാൻ അത്രയും വലിയൊരു തേപ്പാന്ന് അറിഞ്ഞിരുന്നില്ല. റിലീസായി കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഇത്രയും വലിയ തേപ്പായിട്ടാണോ ആൾക്കാരെ കണ്ടത്, എന്താ എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാഞ്ഞത് എന്നാണ്. ഇല്ല, ഞാൻ എന്റെ അതെ അതാർക്കും പറയാനില്ല. മഹേഷിന്റെ അടുത്ത് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അത് മഹേഷേട്ടന്റെ അടുത്തും ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മഹേഷേട്ടന് സന്തോഷമായിട്ടുള്ളൊരു വേറൊരു ജീവിതം കിട്ടും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെ, അത്രേ ഞാൻ ചെയ്തുള്ളൂ. ഇതിലെന്തായാലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ പറയുന്ന പോലെ നസീമ എന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. നസീമയും ഒരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു പ്രണയം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പൊ അവളും ആ പ്രണയത്തിന്റെ ഇടയിൽ കൂടെ ആ വഴിയിലൊക്കെ അങ്ങനെ എങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് എന്റെ ക്യാരക്ടർ. ഒരുപാട് കണ്ടപ്പോൾ ട്രെയിലർ കാണുമ്പോൾ ഒരുപാട് ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന 2 കഥാപാത്രങ്ങൾ ഇനി 2 അറ്റത്തിരിക്കുന്നത് പോലെ. നിങ്ങളുടെ പോസ്റ്ററിലാണെങ്കിലും നിങ്ങളുടെ ഫേസിൽ എന്തൊക്കെയോ അത് ഞാൻ കാണും, നിങ്ങൾ കാണാത്ത കാണും. നിങ്ങൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. അല്ല, ഒരു പ്രണയമാണ് എന്നുണ്ടെങ്കിലും ഒരു ഫേസിലൊരു ഹാപ്പിനെസ് അത്രയും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ഈ പോസ്റ്ററിലാണോ? അതെ, കുറച്ചുകൂടെ വാരി വിതറിക്കൂടായിരുന്നു ഹാപ്പിനെസ്. ശരിക്കും അനു ഇതുവരെ ചെയ്തതില് അനുമോഹൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തന്നെ ഉള്ള ക്യാരക്ടർ. കാരണം അല്ല, വിഷ്ണു പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിനകത്ത് അങ്ങനെ ലവ് സ്റ്റോറീസ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ വെറുതെ ഒരു പ്രണയമല്ല ഈ സിനിമയിൽ പറയുന്നത്. എല്ലാ പ്രണയങ്ങൾക്കും ഒരു ഭയങ്കര ഇൻറ്റൻസ് ഉണ്ട്, ആ ഒരു തീവ്രത ഇത്തിരി കൂടുതലാണ്. അപ്പം അങ്ങനത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഏത് പ്രായത്തിലുള്ളവർക്കും ഇതിൻ്റെ ചില സിറ്റുവേഷൻസ് കാണുമ്പോൾ അവർ ചിലപ്പോൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉള്ളതുപോലെ തോന്നും. എന്റെ കഥാപാത്രത്തിന് പേരില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകത. പിന്നെന്താ, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പാവം ഒരു മനുഷ്യൻ.